ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹിന്ദു കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ വേണമെന്ന നിർദ്ദേശവുമായി RSS സർസംഘചാലക് മോഹൻ ഭഗവത്. ഹിന്ദു ജനസംഖ്യയിലെ കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച മോഹൻ ഭാഗവത് ജനസംഖ്യാ തകർച്ച തടയണമെന്ന ആഹ്വാനവും നൽകി. നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, നേരത്തെ ഈ മതപരിവർത്തനത്തിന് എതിരെ അടക്കം മോഹൻ ഭാഗവത് രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈന്ദവ വിഭാഗത്തിന്റെ ജനസംഖ്യ കുറയുന്നതിൽ ഉള്ള ആശങ്ക നേരത്തെയും ഭഗവത് അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ഹിന്ദു കുടുംബങ്ങളിൽ 3 കുട്ടികളെങ്കിലും വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. എവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്? എന്താണ് അതിന് പറയുന്ന ന്യായം? അഭിലാഷ്, ലക്നൌവിൽ നടന്ന സാമൂഹ്യ ഐക്യ യോഗം ഇത് മാസങ്ങളിൽ കൂടുന്ന ഒരു യോഗമാണ്. ഇതിലാണ് RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ ശ്രദ്ധേയമായ ഈ പ്രസ്താവന വന്നത്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയുക, നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതിപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവാണ് പറഞ്ഞിരുന്നെങ്കിലേ കരച്ചിലായി, പിഴിച്ചിലായി, വേർത്തൊലിക്കലായി, പേടിക്കലായി, എല്ലാമായി ഇന്ത്യ രാജ്യത്ത് വെള്ളപ്പൊക്കം പൊങ്ങലായി. മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ലവ് ജിഹാദ് വരുന്നുണ്ട്, ഗർഭ ജിഹാദ് അടുത്ത് വരും എന്നും പറഞ്ഞ് ഇന്ത്യ രാജ്യം വെള്ളപ്പൊക്കത്തിലായ ഈ വാർത്ത കേട്ടപ്പോ മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ നല്ല പണി എന്തെങ്കിലും എടുക്കുക, അല്ലാതെ ലവ് ജിഹാദ്, മതപരിവർത്തനം, മുസ്ലിങ്ങൾ അങ്ങനത്തോരാണ്, ക്രിസ്ത്യാനികൾ ഇങ്ങനത്തോരാണ്, ഇതും പറഞ്ഞ് നടന്നാലൊന്നും ജനസംഖ്യ വർദ്ധിക്കൂല. അതിനെടുക്കേണ്ട പണിയെടുക്കണം. ആ പണിയൊന്നും എടുക്കാതെ മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്നു, മുസ്ലിങ്ങൾക്ക് കുറെ കുഞ്ഞുങ്ങളുണ്ട്, ഇങ്ങനെ പോയാൽ ഇസ്ലാം രാഷ്ട്രമായി ഇന്ത്യ രാജ്യം മാറും എന്നും പറഞ്ഞ് മുസ്ലിങ്ങളെ പിന്നാലെ നടക്കല്ല വേണ്ടത്. ഇങ്ങനെ നല്ല പണി എന്തെങ്കിലും എടുക്കി. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ അറിയോ? ആ മക്കൾക്കെങ്കിലും ലവ് ജിഹാദ്, മതപരിവർത്തനം എന്നുള്ള ആ വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും മിഠായികൾ വിതരണം ചെയ്യാതെ, അതവരെ കൊണ്ട് തീറ്റിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അല്ലാതെ ഓൻ മുസ്ലിമാണ്, ഓൻ ക്രിസ്ത്യാനിയാണ്, ഓനോട് വെറുപ്പ് അതൊന്നും വേണ്ട. അങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പേടിച്ച് നടക്കേണ്ടി വരില്ല. ഇങ്ങനെ വാദം അനുസരിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടി മുസ്ലിം ചെറുപ്പക്കാരനെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉത്തരവാദി. കാരണം ആ പെൺകുട്ടി നോക്കി അറിഞ്ഞിട്ട് സ്നേഹിക്കാൻ പറ്റിയ, ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരാളൊരുത്തനെ കാണുന്നില്ല. അതുപോലെ തന്നെ വേണ്ട വിധത്തിലുള്ള സഹായങ്ങളൊന്നും നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവര് കിട്ടുന്നിടത്തേക്ക് മതം മാറിപ്പോകുന്നു, അവര് സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോകുന്നു. അതുകൊണ്ട് 3 കുട്ടികൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ. ആ കുട്ടികൾക്ക് സ്നേഹവും സൗഹാർദ്ദവും ഹൈന്ദവ മതത്തിന്റെ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക. അതിലൊക്കെ ധാരാളം നന്മകളുണ്ട്. ആ നന്മകൾ നിങ്ങൾ അറിയാതെ പോയെങ്കിലും ഇനി വരുന്ന കുട്ടികളെങ്കിലും അറിയട്ടെ. അങ്ങനെ ഇന്ത്യ രാജ്യം മതേതരത്വ ഇന്ത്യ, ജനാധിപത്യ ഇന്ത്യ എന്ന ആ നിലപാട് പുലർത്തുന്ന ഇന്ത്യൻ പൗരന്മാരായി എല്ലാവരും വളരട്ടെ. ഇത് മതക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ സങ്കല്പത്തിൽ ഏക ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വർഗത്തിൽ ഒരു സ്വർണത്തിന്റെ കസരയിലിരിക്കുക, എന്നിട്ട് പട്ടി ഉണ്ടാവട്ടെ, പൂച്ച ഉണ്ടാവട്ടെ, നീ ഉണ്ടാവട്ടെ, ഞാനുണ്ടാവട്ടെ എന്ന് പറയാം. നമുക്ക് ജീവിക്കാൻ ഇത്രയും കാലം ഭൂമിയിൽ സമയം അനുവദിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരിയാണ് കൂടുതൽ ചെയ്തതെങ്കിൽ സ്വർഗത്തിൽ നമ്മളെക്കാലത്ത് 72 ഹൂറിമാർ കിടക്കുകയാണ്. അവിടെ ആപ്പിൾ ഉണ്ട്, മുന്തിരിയുണ്ട്. അവിടെ ഒരു മുറിയുടെ നീളം ഒരു ഇസ്ലാമിക പ്രബോധനം പറയുന്നത് 150 മീറ്ററാണ്. അപ്പം ഭാര്യ പറഞ്ഞു, ഞാനിന്ന് ആ സ്വർഗത്തിലേക്ക്, ഇത് ആരാണിത് തൂത്ത് വൃത്തിയാക്കുക? 150 കിലോമീറ്ററുള്ള, 150 മീറ്ററിൽ കേട്ടോ, 150 കിലോമീറ്റർ നീളത്തിൽ ഒരു മുറി. എന്ത് ചെയ്യാനാണ് അവിടെ? അവിടെ ശൗചാലയങ്ങളില്ല. ഇതൊക്കെ കേട്ടപ്പോ നിങ്ങളൊക്കെ ചിരിക്കും, ഹിന്ദുക്കളായ നമ്മൾ ചിരിക്കും. സ്വർഗത്തിൽ ശൗചാലയമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കും. പലതരം സ്വർഗങ്ങളുണ്ട്, ഒരു ജാതി സ്വർഗമൊന്നുമല്ല. ഹിന്ദുക്കള് സമ്പന്ന പരിഭാവനമായ അമ്പലമുറ്റത്ത് പരിഭാവനമായ എന്തോ ഒരു പരിപാടിയിലാണ്
ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് പറയാൻ മറ്റു വിഷയങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഒരു നബിദിന പരിപാടി അല്ലെങ്കിൽ ഒരു പെരുന്നാൾ ആഘോഷം അതല്ലെങ്കിൽ മറ്റു ഇസ്ലാമിക ചടങ്ങുകൾ ഉണ്ടാകുമ്പോ പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായ അള്ളാഹുവിനെ കുറിച്ച് പറയും, അതിന്റെ പ്രബോധകന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറയും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പാടുകയും പറയുകയും ചെയ്യും. ഇതാണ് ഒരു ഇസ്ലാമിക ചടങ്ങ് നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ചെയ്യാറുള്ളത്. അല്ലാതെ മറ്റു മതസ്ഥർക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നു, അതിൽ അപ്സരസ് ഉണ്ടെന്ന് പറയുന്നു, അത് കേട്ടപ്പോൾ എനിക്ക് ചിരി തോന്നി എന്നൊന്നും അവിടെ പറയാറില്ല. എന്നാൽ അമ്പലമുറ്റത്തെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ആ അമ്പലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. ആ പരിസരവാസികളോടെങ്കിലും ആ അമ്പലത്തെക്കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ് എന്നൊന്നറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ മഹത്വം അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഹൈന്ദവ മതത്തിലുള്ള വേദഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ അതിലുള്ള മഹത്വങ്ങൾ പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. ആ പരിഭാവനമായ അമ്പലമുറ്റത്ത് വെച്ച് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങളും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള സ്വർഗവും ഹൂർലിങ്ങളെ സംബന്ധിച്ചുമാണ്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിരി അടക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ഇദ്ദേഹത്തോട് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന സ്വർഗത്തെക്കുറിച്ച് ചോദിച്ച് പഠിക്കാമായിരുന്നു. ജാതി സ്വർഗങ്ങളാണ്. എന്തൊക്കെയാ അവിടെ തിന്നാനും കുടിക്കാനും അറിയോ വർണ്ണിച്ചിട്ടുള്ളത്? കുന്നുപോലെ ചോറ്, പലതരം അപ്പങ്ങൾ ഉണ്ടത്രേ, ഗന്ധർവന്മാര് പാട്ടുപാടാൻ, അപ്സരസുകൾ ഉണ്ടത്രേ നൃത്തം ചെയ്യാൻ. എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു സുഖം? എന്നാൽ ചിരിക്കാത്ത സ്വർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അമ്പലമുറ്റത്ത് വെച്ച് സംസാരിക്കാമായിരുന്നു. ചിരിവരാത്ത അപ്സരസുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ ആ പരിഭാവനമായ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാനാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതിനുവേണ്ടി ഒരു മതവും അംഗീകരിക്കാത്ത, ഒരു വേദഗ്രന്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാത്ത അല്ലെങ്കിൽ നിരോധിച്ചിട്ടുള്ള മറ്റു മതസ്ഥരെ പരിഹസിക്കുന്ന വിഷയമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ട നല്ലവരായ ഹൈന്ദവ വിശ്വാസികൾക്ക് പോലും പേരുദോഷം കേൾപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവരിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, അർജുനൻ യുദ്ധമുഖത്തേക്ക് പോകാൻ മടിച്ചപ്പോൾ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് അർജുനനെ പ്രോത്സാഹിപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുപോയ ചരിത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം. അന്യമതസ്ഥനാണെങ്കിലും അവനെ സ്നേഹിക്കണം. അവർ അയൽവാസികളാണെങ്കിൽ അവരെ പട്ടിണിക്കിടാൻ പാടില്ല എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് പോലെ ഹൈന്ദവ മതങ്ങളിലും അതിന്റെ വേദഗ്രന്ഥങ്ങളിലും അത്തരം കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. പഠിക്കാത്തവർ പഠിക്കാൻ ശ്രമിക്കുക. മതസംഘർഷങ്ങൾ ഒഴിവാക്കാൻ അത് കാരണമാകും. മതം പഠിക്കാത്തതാണ് മതത്തിലുള്ളവർ പരസ്പരം സംഘർഷത്തിലേർപ്പെടാൻ കാരണമാകുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.